അപ്പോൾ എന്തായാലും തൃശൂർ മുണ്ടത്തിക്കോട്ട് വെടിക്കെട്ട് പൂരം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക തീരുമാനങ്ങളുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നാണ് ഇരുവിഭാഗങ്ങളുടെയും നിലപാട്. തൃശൂർ ജില്ലാ കളക്ട്രേറ്റിൽ രാവിലെ 10 മണിക്കാണ് ദേവസ്വങ്ങളും മന്ത്രിമാരും അടങ്ങുന്ന ഉന്നതതല യോഗം നടക്കുക. ഹാഷ്മി, നമ്മുടെ കമന്റ് ബോക്സിലടക്കം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ ഈ പൂരം ഒഴിവാക്കുന്നതല്ലേ ഉചിതം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയധികം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണല്ലോ. പക്ഷെ ഇന്നലെ ഇവരുടെ ഒരു യോഗമൊക്കെ അവിടെ ചേർന്നിരുന്നു. അതിനുശേഷം പറയുന്നത് 2006 സമാനമായ ദുരന്തം നടക്കുന്ന പശ്ചാത്തലത്തിൽ അതെ, ഇത് സമാനമായി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതെ, ശ്രീമാനോട് 14 പേർ മരിച്ച ദുരന്തമാണ്, ഒരുപാട് പേർക്ക് പൊള്ളലേറ്റ ദുരന്തമാണ്, 4 പേർ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു ദുരന്തമാണ്. അവരൊക്കെ പൂരത്തിന് വേണ്ടി പൂരപ്രേമികളെ നമ്മളെയൊക്കെ ആനന്ദിപ്പിക്കാൻ പണിയെടുത്ത സാധുക്കളായ മനുഷ്യരാണ്. പൂരം നടത്താനാണോ തീരുമാനം? ശ്രീത് ഹാഷ്മി, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൂരം നടത്താൻ തന്നെയാണ് തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഇന്ന് യോഗത്തെ അറിയിക്കാനാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഇന്നലെ വൈകുന്നേരം യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂരം നടത്തുമെന്ന പ്രഖ്യാപനം നടത്തിയത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷാണ്. രാജേഷ് പറഞ്ഞത് 2006 ഈ പാറമേക്കാവിൻ്റെ പ്രിമീസസിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ട് അപകടം നടന്നിരുന്നു. അന്ന് നിരവധി പേർ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി, കുറേ പേർക്ക് പൊള്ളലേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് വെടിക്കെട്ട് ഒഴിവാക്കി, സർക്കാരിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ ഭാഗമായി വെടിക്കെട്ട് ഒഴിവാക്കി. പക്ഷേ മറ്റു ചടങ്ങുകൾ, കുടമാറ്റം, അതുപോലെ തന്നെ മടത്തിൽ വരവടക്കമുള്ള മറ്റു ചടങ്ങുകളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ നടന്നു എന്നാണ് രാജേഷ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പൂരപ്രേമികളുടെയും ദേശത്തിലെ ആളുകളുടെയും കൃത്യമായ വികാരം ഈ പൂരം നടത്തണമെന്ന് തന്നെയാണ്, അത് പ്രൗഢി കുറയാതെ തന്നെ നടത്തണമെന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട് എന്ന് ഈ രാജേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ ശേഷമാണ് തിരുവമ്പാടിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഒരു വിക്ടിംസ് എന്നൊക്കെ പറയാൻ ഉള്ളത്. ഏതാണ്ട് 4 പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള വിവരങ്ങളുമില്ല. അതിലാണ് ഇപ്പോൾ ഗിരീഷ് എന്ന് പറയുന്ന കാണാതായ ഒരാളുടെ അമ്മ അസുഖബാധിതയായ ചികിത്സയിലായിരുന്നു, അവർ മരിച്ചു എന്നൊരു വാർത്ത, ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവരും പറയുന്നത് നാളെ വരെ ദുഃഖാചരണം, അതായത് 24-ാം തീയതി വരെ മറ്റ് വലിയ വർണ്ണാഭമായ ലൈറ്റോ അങ്ങനെ മറ്റു പരിപാടികളോ ഒന്നും ഉണ്ടാകില്ല. നാളെ വരെ ദുഃഖാചരണം നടത്തും. ശേഷം 25-നായിരിക്കും ചമയ പ്രദർശനം ഉണ്ടാവുക എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രൗഢി കുറയാതെ തന്നെ പൂരം നടത്തണമെന്നാണ് അവരുടെയും ഒരു വികാരമുള്ളത്. എന്തായാലും ഇക്കാര്യമെല്ലാം ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രിമാർ VN വാസവൻ ആലോചന എങ്ങനെയാണ്? നമ്മൾ ഈ കോവിഡ് കാലത്ത് കണ്ടതുപോലെ ആചാരങ്ങൾ മാത്രമാക്കി അങ്ങനെയാണോ ഉദ്ദേശിക്കുക? ഇപ്പോൾ 24 വരെ ദുഃഖാചരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടെ തെരച്ചിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എത്ര പേര് മരിച്ചു എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. കാണാതായ ആൾക്കാരുണ്ട്, വെന്റിലേറ്ററിൽ മനുഷ്യന്മാരുണ്ട്, 98% പൊള്ളലുള്ളവരുണ്ട്. അപ്പോൾ ഈ ആചാരം മാത്രമാക്കി നടത്തുക എന്നതാണോ, അതോ വെടിക്കെട്ട് ഒഴിവാക്കി ബാക്കി പൂരത്തിൻ്റെ സകല ആടയാഭരണങ്ങളുമായി നടത്തുക എന്നതാണോ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഇപ്പോഴത്തെ തീരുമാനം? അതിനോട് സർക്കാർ സമീപനം എന്താണ്? ഹാഷ്മി, പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഇപ്പോഴത്തെ തീരുമാനം അത് തന്നെയാണ്. അതായത് വെടിക്കെട്ട് ഒഴിവാക്കുന്നു. 2006 ഇതുപോലൊരു ദുരന്തമുണ്ടായ സമയത്ത് വെടിക്കെട്ട് മാത്രമായിരുന്നു ഒഴിവാക്കിയിരുന്നത്. മറ്റു ചടങ്ങുകളെല്ലാം മറ്റ് ആർഭാടങ്ങളോട് കൂടി തന്നെ നടത്തുമെന്നാണ് തിരുവമ്പാടി പറയുന്നുണ്ടെങ്കിലും ആർഭാടങ്ങൾ കുറച്ച് പ്രൗഢിയോടെ, ആ ഒരു വാക്കാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത്. പ്രൗഢിയോടെ കൂടെ തന്നെ നടത്തും, അത് ദേശക്കാരുടെ ഒരു ആവശ്യമാണ് എന്നാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനമായിരിക്കും അന്തിമം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 10 മണിക്കാണ് ആ യോഗം ചേരുന്നത്. മന്ത്രി VN വാസവൻ, K രാജൻ, R ബിന്ദു, MB രാജേഷ് അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഒരു അന്തിമ തീരുമാനം 11 മണിയോടുകൂടി ഉണ്ടാകും. ഹാഷ്മി പറഞ്ഞതുപോലെ തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ പൂരം ഇത്തരത്തിൽ നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാണ്. തൃശ്ശൂർ പൂരമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനം വരണമെങ്കിൽ ഒരുപക്ഷെ ഒരു 11-11:30 മണിയാകണം. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.